ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 അഥവാ കഴിഞ്ഞ വർഷം നമ്മുടെ ഓണപരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിൽ ചാപ്റ്റർ 2 സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറുകളുമാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെന്നും അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. First question: in each of the figure below, three angle measurement are given. In which figure all the three angle are marked with the correct measurement? താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഓരോന്നിലും 3 കോണളവുകൾ തന്നിരിക്കുന്നു. 3 അളവുകളും ശരിയായ വിധത്തിൽ അടയാളപ്പെടുത്തിയ ചിത്രം ഏത്? നമ്മൾ പഠിച്ച കൺസെപ്റ്റ് പ്രകാരം സെൻറ്ററിൽ എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. യെസ്, കറക്റ്റ്. ഇനി ആ കോണ് 180 മൈനസ് ചെയ്താൽ അപ്പുറത്തെ കോണും കിട്ടും. 180 50 പോയാൽ 130, തെറ്റ്. ഇനി 110 പകുതി 55, കറക്റ്റ്. 180 55 പോയാൽ ഇറ്റ്സ് നോട്ട് 70, റോങ്. 110 പകുതി 55, 180 55 പോയാൽ 10 5 പോയാൽ 5 ഇവിടെ 7 ആകും. 7 5 പോയാൽ 2 1 125, കറക്റ്റ്. സോ ഓപ്ഷൻ സി. ഇവിടെ 140 പകുതി 70, 180 70 പോയാൽ 100 അല്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. 110 പകുതി 55, 180 55 പോയാൽ 125, ഓപ്ഷൻ സി. രണ്ടാമത്തെ ചോദ്യം: റീഡ് ദ 2 സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. ചുവടെയുള്ള 2 പ്രസ്താവനകൾ വായിക്കുക. ഇൻ ദ ഫിഗർ, O is the center of the circle and PQ is a chord. Angle PRQ equal to 50 degree, angle PSQ equal to 50 degree. പ്രസ്താവന 1 പറയുന്നു, ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. വൃത്തത്തിലെ ഒരു ഞാനാണ് PQ. ആംഗിൾ PRQ 50 ഡിഗ്രി, ആംഗിൾ PSQ 50 ഡിഗ്രി. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നു, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. പ്രസ്താവന 2 പറയുന്നു, അർദ്ധവൃത്തത്തിലെ കോണ് മട്ടമാണ്. അപ്പോൾ ഈ ചിത്രത്തിൽ ഒരു കോഡ് തന്നിട്ടുണ്ട്. PRQവും PSQവും 50 ഓക്കെ. PRQവും PSQവും ഒരേ കോണായിട്ട് വരുമോ? മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ. നിങ്ങൾ നോക്കിയേ, ഇവിടെ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും Q എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഈ PSRQ എന്ന് പറയുന്ന ഈ ആർക്കിൻ്റെ ഇടയിൽ എവിടെ നമ്മളൊരു ആംഗിൾ വരച്ചാലും ആ ആംഗിളുകളൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നോക്കിയേ, പിയിൽ നിന്നും നേരെ വൃത്തത്തിലെ ഒരു ബിന്ദുവായ എസ്സിലോട്ട് പോയിട്ട് തിരിച്ച് എങ്ങോട്ട് പോകുന്നു? ക്യൂയിലോട്ട് പോകുന്നു. അതേപോലെ പി എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്ന് തുടങ്ങിയിട്ട് വൃത്തത്തിലെ ആർ എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ച് ക്യൂയിലോട്ട് പോകുന്നു. ഒരേ പോയിന്റിൽ നിന്ന് തുടങ്ങി ഞാൻ പറഞ്ഞ ആ ആർക്കിൽ ടച്ച് ചെയ്ത് തിരിച്ച് ക്യൂയിലോട്ട് എത്തുന്നു. അപ്പോൾ ആ 2 കോണുകളും സെയിം ആയിരിക്കും. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണെന്ന് പറയാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ആംഗിൾ ഇൻ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഇതൊരു തിയറി ആയിട്ട് നമ്മൾ സർക്കിൾസ് ആൻഡ് ആംഗിൾസിൽ പഠിക്കുന്നതാണ്. അർദ്ധവൃത്തത്തിലെ കോണ് 90. നമുക്കൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ 2 അറ്റത്തു നിന്ന് നമ്മൾ എങ്ങോട്ട് വരച്ചാലും എവിടേക്ക് വരച്ചാലും നമുക്ക് കിട്ടുന്ന കോണ് 90 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 90 ഡിഗ്രി. 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇനി
നോട്ട് ദ റീസൺ ഒക്കെ എഴുതിയിട്ടുണ്ട്. അതിനെന്താ കാരണം ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഇവിടെ 50 ആയത് സർക്കിള് സെമി സർക്കിൾ ആയതുകൊണ്ടാണോ, വൃത്തം അർദ്ധവൃത്തമായതുകൊണ്ടാണോ മുകളിൽ എന്താ 50 ആയത്? അല്ല, അർദ്ധവൃത്താണെന്നുണ്ടെങ്കിൽ മുകളിൽ 90 വരണ്ടേ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സെമി സർക്കിൾ ആയതുകൊണ്ടാണോ മുകളിൽ 50 വന്നിക്കണേ? അല്ല, അപ്പോൾ കാരണമല്ല. പക്ഷെ രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ, നമുക്ക് 4 ഓപ്ഷൻ ഉണ്ടാവും. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്, അഥവാ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ, ബട്ട് both statements are true. Statement 2 is the correct reason for the statement 1. രണ്ടും ശരിയാണ്, പ്രസ്താവന 2 ഒന്നിന്റെ കാരണമാണ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ both statement are true but statement 2 is not the reason for the statement 1. രണ്ടും ശരിയാണ്, പ്രസ്താവന 2 ഒന്നിന്റെ കാരണമല്ല എന്ന് പറഞ്ഞ് വേറൊരു ഓപ്ഷൻ ഉണ്ടാകും. അതേപോലെ തന്നെ statement 1 is true and statement 2 is false. ഒന്ന് ശരിയാണ്, 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2 is true, 1 is false. 2 ശരിയാണ്, 1 തെറ്റാണ്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ രണ്ടും ശരിയാണ്, ബോത്ത് ആർ ട്രൂ ബട്ട് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് നോട്ട് ദ റീസൺ ഫോർ സ്റ്റേറ്റ്മെന്റ് 1. രണ്ടും ശരിയാണ്, പക്ഷേ പ്രസ്താവന 2 ഒന്നിന്റെ കാരണം അല്ല. ഓക്കെ ഓക്കെ എന്നാ മൂന്നാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ A, B, C, D, P are the points on the circle. The points on the circle with center O. സർക്കിളിന്റെ സെന്റർ O ആണ്. ആംഗിൾ എ ഒ ബി 130 ഡിഗ്രി. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിലെ ബിന്ദുക്കളാണ് എ ബി സി ഡി പി എന്നിവ. എ ഒ ബി 30 ഡിഗ്രിയാണ്. എ ഒ ബി 30 അല്ല 130 കേട്ടോ, 130 ഡിഗ്രിയാണ്. ഇവിടെ കുറച്ച് ആംഗിളുകൾ കാണാൻ പറയുന്നുണ്ടോ. എ ഡി ബി, ഞാൻ ആദ്യം എ ഡി ബി ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. എ ഡി ഇങ്ങനെ എ ഡിയിലോട്ട് പോയിട്ട് അവിടുന്ന് തിരിച്ച് ബിയിലോട്ട് പോകണം. നോക്കിയേ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തുടങ്ങി വൃത്തത്തിലെ ഡി എന്ന് പറയുന്ന ബിന്ദുവിൽ തട്ടിയിട്ട് തിരിച്ച് ബിയിൽ പോയി അവസാനിക്കുന്നു. എങ്കിൽ എയിൽ നിന്ന് തുടങ്ങി സെൻറ്ററിലോട്ട് വന്ന് തിരിച്ച് ബിയിലോട്ട് പോകുന്ന ഈ ആംഗിളിൻ്റെ പകുതിയായിരിക്കും ഇവിടെയുള്ള കോണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 130 ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി 65 വരും. അപ്പോൾ എ ഡി ബി 65, എ ഡി ബി 65 ആണ്. അടുത്തത് ബി ഡി സി, ഇതാ ബിയിൽ നിന്ന് തുടങ്ങി ഡിയിലോട്ട് വന്ന് തിരിച്ച് സിയിലോട്ട് പോകുന്നു. ഇത് പല രീതിയിൽ കാണാം കേട്ടോ. ഈ ആംഗിൾ കാണണമെങ്കിൽ ബിയിൽ നിന്ന് തുടങ്ങി ഓയിൽ സെൻട്രലോട്ട് വന്ന് തിരിച്ച് സിയിലോട്ട് പോകുന്ന ഈ സെൻട്രൽ ആംഗിൾ കിട്ടിയാൽ അതിൻ്റെ പകുതിയാണ് ഇവിടെ വരിക. ഈ സെൻട്രൽ ആംഗിൾ കാണാൻ ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ്, ഇത് 130 അല്ലേ? ഇത് 130 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? അവിടെ 50 ആയിരിക്കും. അപ്പം 50ൻ്റെ പകുതി 25 എന്ന് വരും. ഇത് ഒരു മെത്തേഡ്. മറ്റൊരു മെത്തേഡ്, ഞാനിവിടെ വേറൊരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സംഭവം ഇങ്ങനെയാണ്. ദാ എ സി എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്, വ്യാസമാണ്. എ സി എന്ന് പറയുന്നത് വ്യാസമാണ്, ഡയമീറ്റർ ആണ്. ഡയമീറ്ററിൻ്റെ ഒരറ്റത്ത് നിന്ന് ഇങ്ങനെ പോയിട്ട് സർക്കിളിൽ ടച്ച് ചെയ്തിട്ട് ഡയമീറ്ററിൻ്റെ മറ്റേ അറ്റത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ എ ഡി സി എന്ന് പറയുന്ന ഈ കോണ് 90 ഡിഗ്രിയാണ്. ആ 90ൽ നിന്നും എ ഡി ബി എന്ന് പറയുന്ന ഈ 65 മൈനസ് ചെയ്താൽ ഈ ബി ഡി സി എന്ന് പറയുന്ന ആളെ എനിക്ക് കിട്ടും. അപ്പൊ 90ന്ന് 65 പോണം, 90ന്ന് 65 പോയാൽ ബാക്കി 25. ഓക്കെ, എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. അടുത്തത് ബി പി സി കാണണം. ദാ ഇവിടെ ഉള്ള കോണ് കാണണം. അതിന് ഈ സെൻട്രൽ ആംഗിൾ കിട്ടിയാൽ മതി. ഒരു മെത്തേഡ് ഞാൻ പറയാനുണ്ടോ. ഈ സെൻട്രൽ ആംഗിൾ കിട്ടിയാൽ, ദാ സിയിൽ നിന്നും ബിയിൽ നിന്നും സെൻട്രലോട്ട് വരുന്ന ആംഗിൾ കിട്ടിയാൽ അതിൻ്റെ പകുതിയാണ് ഓപ്പോസിറ്റ് വരിക. ആ ഓപ്പോസിറ്റുള്ള കോണ് 180 കുറച്ചാൽ ഇത് കിട്ടും.
അങ്ങനെയല്ലേ നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ പറഞ്ഞേ. അപ്പോൾ ഇവിടെ 25 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 180 നമ്മൾ ആ 25 അങ്ങോട്ട് എന്ത് ചെയ്താൽ മതി, കളഞ്ഞാൽ മതി. 180 25 അങ്ങോട്ട് കളയാം. അവിടെ 10 വരും, അവിടെ 7 വരും, 8 7 10 5 പോയാൽ 5, 7 2 പോയാൽ 5, 155. ഓക്കെ, അപ്പൊ ബി പി സി എന്ന് പറയുന്ന കോണ് അത് 155 ആകും. എത്രയാകും? 155. സെറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ സെന്റേഴ്സ് ഓഫ് സർക്കിൾ ആർ സി ആൻഡ് ഒ. സർക്കിൾസ് ഇന്റർസെക്ട് അറ്റ് പി ആൻഡ് ആർ. പി ക്യു ആർ 70 ഡിഗ്രി. ചിത്രത്തിൽ വൃത്തങ്ങളുടെ കേന്ദ്രങ്ങളാണ് സിയും ഒയും. രണ്ട് വൃത്തങ്ങളും പി ആർ എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു. പി ക്യു ആർ 70 ആണ്. പി ഒ ആർ എത്രയാ മക്കളെ? പി ക്യു ആർ എന്ന് പറയുന്ന ഈ കോണ് 70 ആണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന, നോക്കിയേ, പി എന്നും ആർ എന്നും സെൻറ്ററിലോട്ട് വരുന്നതല്ലേ, അത് എത്രയായിരിക്കും? അത് 140 ആയിരിക്കും. അടുത്തത് പി എസ് ആർ എത്രയെന്നാണ് ചോദ്യം. പി എസ് ആർ എന്നല്ലേ, ഇതാ ഈ കോൺ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പി എസ് ആർ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പി എസ് ആർ കാണാൻ ഇതാ 180 140 കുറച്ചാൽ മതി. എന്തിനാ സാറേ 180 140 കുറച്ചാൽ പി എസ് ആർ കിട്ടുന്നത്? ഇവിടെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇവിടെ 140 ആണെന്ന് പറഞ്ഞല്ലോ. ഇനി ഞാൻ ഈ സർക്കിളിനെയാണ് കൺസിഡർ ചെയ്യാൻ പോണത്. ഞാൻ വരക്കുമ്പോൾ ചിലപ്പോൾ സർക്കിളായിട്ടൊന്നും തോന്നില്ല, പക്ഷെ എൻ്റെ ലൈന് പോകണമെന്ന് നോക്കിക്കോളിട്ടോ. ഇങ്ങനെ പോകുന്ന ഈ സർക്കിൾ ഉണ്ടല്ലോ, ഇവിടെ ഞാൻ കറക്റ്റ് വരച്ചു വെച്ചിട്ടുണ്ട്. ഈ സർക്കിളിനെ മാത്രമായിട്ടാണ് ഞാൻ പരിഗണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പുറത്തെ സർക്കിൾ ഇല്ല എന്ന് കരുതുക. അപ്പോൾ നോക്കിയേ, ഈ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് ഒരു സി പോയിട്ടുണ്ട്. അത് പിയിൽ നിന്നും പോയി, ആറിൽ നിന്നും പോയി. അപ്പം അങ്ങനെയെങ്കിൽ ഈ പിയിൽ നിന്നും ആറിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് സർക്കിളിലേക്ക് ഒരാൾ പോകും. അതേപോലെ തന്നെ സർക്കിളിൻ്റെ ഇങ്ങേ അറ്റത്തേക്കും ഒരാൾ പോകും. അപ്പോൾ സർക്കിളിൻ്റെ ഇങ്ങേ അറ്റത്ത് ഇവിടെ 140 ആണെങ്കിൽ ആ ആംഗിൾ 180 എന്ന് കുറച്ചാൽ ഇവിടെ 40 എന്ന് കിട്ടും. ഇവിടെ 40 ആണെങ്കിൽ സെൻറ്ററിൽ എത്ര വരും? 80 വരും. അഥവാ പി സി ആർ 80 വരും. സിമ്പിൾ അല്ലേ? 3 മാർക്കിന് 2025 ചോദിച്ചൊരു ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ സി ഒ ആർ ദ സെന്റേഴ്സ് ഓഫ് ദ സർക്കിൾ. സർക്കിൾസ് ഇന്റർസെക്ട് അറ്റ് എ ബി ആൻഡ് AQ AP and AQ are diameters of the circle. Prove that P, B, Q are the points on a straight line. ചിത്രത്തിലെ വൃത്തങ്ങളുടെ കേന്ദ്രങ്ങളാണ് സിയും ഒയും. ഇത് രണ്ടും സർക്കിളിൻ്റെ സെൻറ്ററാണ്, സിയും ഒയും. വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കളാണ് എ ആൻഡ് ബി. AP, AQ വൃത്തങ്ങളുടെ വ്യാസങ്ങളാണ്. പി ബി ക്യു ഇവ ഒരു വരയിലെ ബിന്ദുക്കളാണ്. പി ബി ക്യു ഒരു വരയിലെ ബിന്ദുക്കളാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മളൊരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് തെളിയിക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈനും കൂടി വരച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഈ രണ്ട് കോണ് കൂട്ടിയാൽ 180 ആണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചിത്രത്തിൽ ഇപ്പം ഈ പറഞ്ഞ വരകളെ ഞാനൊന്ന് വരക്കാൻ പോവാണ്. ഇവിടെ രണ്ടിടത്തും ഞാൻ 90 ഡിഗ്രി ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ സാർ അത് 90 ഡിഗ്രി മാർക്ക് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സംഭവം വളരെ സിമ്പിളാണ്. നോക്കിയേ, AP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൃത്തത്തിൻ്റെ വ്യാസമാണ്. ഈ വലിയ വൃത്തത്തിൻ്റെ ഡയമീറ്റർ ആണ്. ആ ഡയമീറ്ററിൻ്റെ ഒരറ്റത്തുനിന്ന് നേരെ ആ വൃത്തത്തിലുള്ള ഒരു പോയിന്റ് അല്ലേ ബി എന്ന് പറയുന്നത്? അല്ലേ, ആ വൃത്തം രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് പറയുമ്പോൾ രണ്ട് വൃത്തത്തിലുള്ള പോയിന്റ് അല്ലേ? ആണ്. ആ ബിയിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് ഈ വ്യാസത്തിൻ്റെ ഇങ്ങേ അറ്റത്തോട്ട് പോകുന്നു. അപ്പോൾ ആ കോണ് 90. ആംഗിൾ ഇൻ സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോണ്. അതേപോലെ തന്നെ ഇപ്പുറത്തും 90 ഇട്ടിട്ടുണ്ട്. എങ്ങനെയാ? AQ എന്ന് പറയുന്നത്
എ ക്യു എന്ന് പറയുന്നത് ഈ ചെറിയ വൃത്തത്തിന്റെ ഡയമീറ്ററാണ്, വ്യാസമാണ്. അപ്പൊ എയിൽ നിന്ന് തുടങ്ങി ആ വൃത്തത്തിലെ ബി എന്ന് പറയുന്ന പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് തിരിച്ച് വ്യാസത്തിന്റെ രണ്ടാമത്തെ അറ്റമായ ക്യൂയിലോട്ട് പോകുന്നു. അപ്പൊ അതും 90. ഓക്കെ, അതിന് ആംഗിൾ ഇൻ സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോണ് എന്ന് പറയും. അർദ്ധവൃത്തത്തിലെ കോണ്. ഇനി ഈ രണ്ട് കോണും കൂടി ഞാൻ അങ്ങോട്ട് കൂട്ടുകയാണ്. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. അതൊരു നേർരേഖയാണെന്ന് പറയാം. കാരണം സ്ട്രെയിറ്റ് ലൈൻ്റെ ആംഗിൾ 180 ആണല്ലോ. അപ്പോൾ അത് രണ്ടും കൂടി ഞാൻ അങ്ങോട്ട് കൂട്ടി. 90ഉം 90ഉം കൂട്ടിയാൽ 180. അപ്പോൾ അതൊരു സ്ട്രെയിറ്റ് ആംഗിൾ ആണ്, രേഖീയ ജോഡിയാണ്. അതിനർത്ഥം അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പം നമുക്ക് പറയാം പി ബി ക്യു ഇവ ഒരു വരയിലെ ബിന്ദുക്കളാണ്. ഒരു വരയിലെ ബിന്ദുക്കളാണ്. പി ബി ക്യു ആർ ദ പോയിന്റ്സ് ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ. ഇവ ഒരു വരയിലെ ബിന്ദുക്കളാണ്. ഏവ? പി ബി ക്യു ഇവ ഒരു വരയിലെ ബിന്ദുക്കളാണ്. അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ O is the center of the circle. A, B, C, D are points on the circle. Angle AEB 30 degree, angle CBE 20 degree. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. എ ബി സി ഡി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ആംഗിൾ AEB 30 ഡിഗ്രിയാണ്. ആംഗിൾ CBE 20 ഡിഗ്രിയാണ്. ഓക്കെ, ആദ്യം ബി സി ഇ കാണണം. ഏതാണ് ബി സി? ഇതാ ബിയിൽ നിന്ന് തുടങ്ങി സിയിൽ വന്ന് ഇയിലോട്ട് പോകുന്നു. ഈ ആംഗിള് കാണണം. വളരെ സിമ്പിൾ അല്ലേ? അതിന് CEB തന്നിക്കണേ. ഇതാ എവിടെ? AEB തന്നിക്കണേ. എയിൽ നിന്നും ഇയിലോട്ട് പോയിട്ട് ബിയിൽ അവസാനിക്കുന്നു. ഇവിടെ 30 ആണ്. അതേപോലെ തന്നെ EBEയും തന്നിക്കണേ. CBEയും ഈ ആംഗിൾ അത് 20 ആണ്. അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ആ ട്രയാങ്കിളിൽ നിന്ന് ആ രണ്ട് ആംഗിൾ കൂട്ടിയിട്ട് അങ്ങോട്ട് മൈനസ് ചെയ്താൽ പോരെ? മതി. 30 20ഉം കൂട്ടിയാൽ 50. 180 50 പോയാൽ 130. അപ്പോൾ ആംഗിൾ BCE കിട്ടി 130 ആണ്. അടുത്തത് ADB കാണണം. ഈ ADB എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ഇപ്പോൾ നോക്കിയേ, എയിൽ നിന്ന് തുടങ്ങി ഡി എന്ന് പറയുന്ന വൃത്തത്തിലെ പോയിന്റിൽ തട്ടിയിട്ട് എങ്ങോട്ട് പോകുന്നു? ബിയിലോട്ട് പോകുന്നു. അതേപോലെയുള്ള ഒരു കോണല്ലേ എയിൽ നിന്ന് തുടങ്ങി സിയിൽ തട്ടി തിരിച്ച് ബിയിലോട്ട് പോകുന്നു. അപ്പോൾ ദാ ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും. ഓക്കെ, അപ്പൊ ഈ കോണ് കാണാൻ 180 ഈ BCE മൈനസ് ചെയ്താൽ പോരെ? മതി. 180 130 പോയാൽ ബാക്കി 50 ഉണ്ടാകും. അപ്പോൾ ഇവിടെ 50 ആണെങ്കിൽ ഇപ്പുറത്ത് ADBയും 50 ആകും. ഓക്കെ, അടുത്തത് DAB എന്ന് പറയുന്ന ഇങ്ങേര്. DAB എത്രയാണ് നിങ്ങൾ പറഞ്ഞ്? അത് 90 ഡിഗ്രിയാണ്. എന്തുകൊണ്ടാണ് DAB 90 ആയത്? നോക്കിയ മക്കളെ, O എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്ററാണ്, വൃത്തകേന്ദ്രമാണ്, സെൻറ്റർ ഓഫ് ദ സർക്കിൾ. അപ്പോൾ DB എന്ന് പറയുന്നത് വ്യാസമല്ലേ? അപ്പോൾ വ്യാസത്തിൻ്റെ ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് വൃത്തത്തിൽ ടച്ച് ചെയ്ത് തിരിച്ച് രണ്ടാമത്തെ അറ്റത്തിൽ പോയി അവസാനിക്കുന്നു. ആംഗിൾ ഇൻ സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോണ്. ഓക്കെ, അർദ്ധവൃത്തത്തിലെ കോണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 90 എന്ന് കിട്ടി. ADB, ഒരു മിനിറ്റ് ഞാൻ എന്തൊന്നും വായിക്കട്ടെ. ഇവിടെ നമുക്ക് 90 എന്ന് കിട്ടി. ഇവിടെ ADB നമുക്ക് എന്ത് കിട്ടി? 50 എന്ന് കിട്ടി. ഇനി അടുത്തത് ABD. ഇതല്ലേ ABD? അപ്പോൾ ഇതൊരു ത്രികോണമല്ലേ? ആ ത്രികോണത്തിൽ നിന്ന് ഈ 90ഉം 50ഉം കൂടി കൂട്ടിയിട്ട് അത് മൈനസ് ചെയ്താൽ പോരെ?
അല്ലേ? അപ്പൊ 90ഉം 50ഉം കൂടി കൂട്ടിയിട്ട് അത് 180 മൈനസ് ചെയ്താൽ നമുക്ക് എ ബി ഡിയും കിട്ടും. 90ക്ക് 50 കൂട്ടിയാൽ അത് 140 ആണ്. 180 140 പോയാൽ ബാക്കി 40 ഉണ്ടാകും. അപ്പോൾ എ ബി ഡി എന്ന് പറയുന്നത് 40 ഡിഗ്രി. ഓക്കെ, ഈ ചാപ്റ്ററിലുള്ള കൺസെപ്റ്റുകൾ, ആംഗിളുകൾ തമ്മിലുള്ള കൺസെപ്റ്റുകൾ അരച്ച് കലക്കി കുടിച്ചോണം കേട്ടോ. ആംഗിളുകൾ അടയാളപ്പെടുത്താനാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ആംഗിൾ, വൃത്തങ്ങളും കോണുകളും എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പോൾ കോണുകൾ അടയാളപ്പെടുത്താൻ നന്നായിട്ട് അറിയണം. അതിൻ്റെ എല്ലാ കൺസെപ്റ്റും, ആംഗിളിൻ സെമി സർക്കിളും സെൻറ്ററിലുള്ള ആംഗിളിന്റെ പകുതിയാണ് ഓപ്പോസിറ്റ് വരിക എന്നുള്ളതും, അത് 180 കുറച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റുള്ള കിട്ടുന്നുള്ളതും ഒക്കെ എന്ത് ചെയ്തോണം? അരച്ച് കലക്കി കുടിച്ചോണം. എവിടെ കണ്ടു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ചക്രീയ ചതുർഭുജം, ഈ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തോണം? പഠിച്ചു വെച്ചോണം. ഓക്കെ അല്ലേ? ഓക്കെയാണ്. എന്ന 7ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ O is the center of the circle. A, B, C, D are points on the circle. ADB 20 ഡിഗ്രി, ADB 20 ഡിഗ്രി, BAC 50 ഡിഗ്രി, CMD 70 ഡിഗ്രി. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്. എ ബി സി ഡി ഇവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ADB 20 ഡിഗ്രി, ആംഗിൾ BAC 50 ഡിഗ്രി, CMD 70 ഡിഗ്രി. ഫസ്റ്റ് ആംഗിൾ BDC കാണണം. ബിയിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ പോയിട്ട് ഡിയിലോട്ട് പോയിട്ട് അവിടുന്ന് തിരിച്ച് സിയിലോട്ട് പോകുന്നു. ഈ ആംഗിൾ കാണണം. ഇതിന് തുല്യമായിട്ടുള്ള ആംഗിൾ കാണാൻ ഇതാ ബിയിൽ നിന്ന് തുടങ്ങി എയിലോട്ട് പോയിട്ട് തിരിച്ച് സിയിലോട്ട് പോകുന്നു. BAC, ഇതാ BAC. അപ്പൊ അവിടെയും 50 കിട്ടും. BDC = BAC 50 ഡിഗ്രി. അടുത്ത് ACB, അപ്പൊ ഇവിടെ 50 കേട്ടോ, 50. ACB എവിടെ? ACB എവിടെയാ? ACB എവിടെ? ഇതാ എയിൽ നിന്ന് തുടങ്ങി സിയിൽ വന്ന് തട്ടി തിരിച്ച് ബിയിലോട്ട് പോകുന്നു. അതുപോലെ എയിൽ നിന്ന് തുടങ്ങി ഡിയിൽ വന്ന് തട്ടി തിരിച്ച് എങ്ങോട്ട് പോകുന്നു? ബിയിലോട്ട് പോകുന്നു. ADB 20, ADB 20. ഇവിടെ 20 എങ്കിൽ ഇവിടെയും 20 തന്നെ. കിട്ടിയില്ലേ? അടുത്തത് ABC. അടുത്തത് ആരെ കാണണ്ടേ? ABC. ഇത് 20 ആണ്, ഇത് 50 ആണ്. അടുത്തത് ABC. ഇതാ എയിൽ നിന്ന് തുടങ്ങി ബിയിലോട്ട് എത്തി അവിടുന്ന് സിയിലോട്ട്. ഈ കോണ് ABCD സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? ABCD ഒരു ചക്രീയ ചതുർഭുജമല്ലേ? ABCD ഒരു ചക്രീയ ചതുർഭുജമല്ലേ? അപ്പൊ ചക്രീയ ചതുർഭുജമായതുകൊണ്ട് തന്നെ എതിർകോണുകൾ കൂട്ടുമ്പോൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടണം. എതിർകോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടണം. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടുമ്പോൾ 180 കിട്ടണം. ആ കൺസെപ്റ്റ് പ്രകാരം ആംഗിൾ ABC എന്ന് പറയുമ്പോൾ 180 നിന്നും ഈ കോണ് മൈനസ് ചെയ്താൽ പോരെ. അഥവാ ഇത് രണ്ടും കൂട്ടുന്നത്, അതാണ് 180 - 50 + 20. 50ക്ക് 20 കൂട്ടിയാൽ എത്രയാ? അത് 70 ആണ്. അപ്പൊ 180 - 70 പോയാൽ 110. അടുത്തത് DCE. ഈ പുറത്തുള്ള കോണ് കാണണം. പുറത്തുള്ള കോണ് കാണണം. അതിന് നമുക്ക് അപ്പുറത്തോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഈ കോണുകളൊക്കെ ഒന്ന് എഴുതി നോക്കിയാലോ. ADB ഇവിടെ 20, അപ്പോൾ ഇവിടെയും 20. CMD അവിടെ കിടക്കട്ടെ. BAC 50, അപ്പോൾ ഇവിടെയും 50. ഇത് മുഴുവനായിട്ട് 110. ഓക്കെ, ഇനി ഇവിടെ 70 അല്ലേ? CMD 70. ഇനി ഈ കോണ് കിട്ടണം.
ഈ കോണ് കിട്ടാനുള്ള വഴികൾ ആലോചിച്ചു നോക്കൂ മക്കളെ മണിത്തോക്കിലെ എന്താടാ കുട്ടികളെ നിങ്ങൾ ആലോചിക്കുന്നത്? കിട്ടിയില്ലേ? ഓക്കെ, നമ്മുടെ നോക്കിക്കോ. ABCD എന്ന് പറയുന്ന ചക്രീയ ചതുർഭുജത്തിന്റെ ഔട്ടർ ആംഗിൾ ആണിത്, പുറം കോണാണിത്. പുറം കോൺ, ഔട്ടർ ആംഗിൾ, പുറം കോൺ. എന്ത് കോണാണ്? പുറം കോൺ. നമ്മളൊരു തിയറി പഠിച്ചിട്ടുണ്ട്. പുറം കോണ് അതിൻ്റെ എതിർവശത്തുള്ള അകക്കോണിന് തുല്യമായിരിക്കും. അപ്പോൾ ഈ സി എന്ന് പറയുന്ന ഈ കോണിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കോണിന് തുല്യമായിരിക്കും ഔട്ടർ ആംഗിൾ. അപ്പോൾ ആ കോണ് കാണണമെന്നുണ്ടെങ്കിൽ ഇതാ ഇയാളെയും കൂടി കിട്ടണം നമുക്ക്. അയാളെ കിട്ടാനും വേണ്ടിയിട്ട് ഇതാ ഇത് സെൻട്രലൊന്നല്ല കേട്ടോ, 70 ഇവിടെ 70 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതിങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അവിടെ 70 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 110 വരും അല്ലേ? അപ്പോഴല്ലേ സ്ട്രൈറ്റ് ലൈൻ ആംഗിൾ 180 വരാം. അപ്പോൾ ഇതൊരു ത്രികോണല്ലേ? ഇവിടെ ഇങ്ങനെ ഒരു ത്രികോണല്ലേ? ഏത് AMD എന്ന് പറയണേ? AMD ആയി വാ. 110 20 എത്രയായി? 130 ആയി. 110 20 130. 180 130 പോയ ബാക്കി എത്ര ഉണ്ടാവും? 50 ഉണ്ടാവും. ഓക്കെ, എത്ര ഉണ്ടാവും? 50 ഉണ്ടാവും. അപ്പോൾ 50 എത്രയായി? 100 ആയി. അപ്പോൾ അവിടെ ഔട്ടർ ആംഗിൾ 100 എന്ന് വരും. ഇനി വേറൊരു കൺസെപ്റ്റ് പറഞ്ഞു തരട്ടെ. ദാ ഈ കോണ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അതിന് വേണ്ടിയിട്ട് ദാ ഈ ത്രികോണം എടുക്കുക. ഏതാ? DMC. ഏതാണ്? DMC എന്ന് പറയുന്ന ഈ ത്രികോണം എടുത്താൽ അതിൽ 50ഉം 70ഉം 70ഉം 50ഉം 7ഉം 3ഉം 10ഉം 2ഉം 12 ആയി അല്ലേ? ആ 120 ആയി. അപ്പോൾ 180 നിന്ന് 120 പോയാൽ ബാക്കി എത്ര ഉണ്ട്? ബാക്കി എത്ര ഉണ്ടാവും? 180 നിന്ന് 120 പോയാൽ ബാക്കി 60 ഉണ്ടാവും. എന്താണ് 0 8 നിന്ന് 2 പോയാൽ 6 60 ഉണ്ടാവും. അപ്പോൾ ഇവിടെ 60 വരും. ഇത് 60 ആണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പോൾ ഈ കോണ് കാണാൻ 180 ഇത് രണ്ടും കൂട്ടിയിട്ട് കുറച്ചാൽ പോരെ? 60 20 80. 180 80 പോയാൽ ബാക്കി 100. അപ്പോൾ ഏത് മെത്തേഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ടൈപ്പ് ചെയ്ത മെത്തേഡ് ഏതാ നോക്കാം നമുക്ക്. AMD ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് കേട്ടോ. AMD ഈ കോണ് കാണാൻ ഇത് 70 ആണ്. അപ്പോൾ 180 70 പോയാൽ 110. ഇവിടെ 110. ഓക്കെ, ഇനി MAD കാണണം. ഈ ആംഗിൾ കാണാൻ 110 അല്ല 110ഉം ഈ 20ഉം കൂടി, ഇത് 20 ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ADB ഇതാ. അപ്പോൾ 110 20ഉം കൂട്ടിയിട്ട് 180 കുറക്കുക. അപ്പോൾ 180 130 പോയാൽ ബാക്കി 50 ഉണ്ടാവും. ഇവിടെ 50 വരും. ഈ ആംഗിൾ 50 വരും. ഇനി ആംഗിൾ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 50ഉം കൂട്ടുക. ഇത് മുഴുവനായിട്ട് കേട്ടോ, ഇത് മുഴുവനായിട്ട് 100. ഇനി C എന്ന് പറയുന്നത് ഇവിടെ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ വേറൊരു കൺസെപ്റ്റ് ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകുമ്പോൾ എയും സിയും കൂട്ടുമ്പോൾ 180 കിട്ടണം. എതിർകോണുകളല്ലേ? എയും സിയും കൂട്ടുമ്പോൾ 180 കിട്ടണം. അപ്പൊ A 100 ആണെങ്കിൽ C എത്രയായിരിക്കും? 80 ആയിരിക്കും. ഇനി ഇതിങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ. ഓക്കെ, ഇതിങ്ങനെ സ്ട്രേറ്റ്. അപ്പോൾ 80 ഈ കോണ് കാണാൻ 180 80 കുറച്ചാൽ പോരെ? 100. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ ഒന്നേ കിട്ടുള്ളൂ. സെയിം ആൻസറേ വരുള്ളൂ. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, എന്നാ അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ O is the center of the circle. The perpendicular chord AB and CD intersect at M. P and Q are 2 points on the circle. ADM equal to 40. ചിത്രത്തിൽ O കേന്ദ്രമായ വൃത്തത്തിലെ പരസ്പരം ലംബമായ ABCD എന്നീ ഞാണുകൾ എമ്മിൽ മുറിച്ച് കിടക്കുന്നു. വൃത്തത്തിലെ മറ്റു രണ്ട് ബിന്ദുക്കളാണ് പിയും ക്യൂവും. ADM 40. BCD എത്ര? BCD നോക്കിയ ADM എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ ഇത് 40 ആണ്. അപ്പോൾ ഏതാണ് ആംഗിൾ ചോദിച്ചിട്ടുള്ളത്? BCD. ഈ ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. ഇവിടെ 90. പല രീതികൾ നമുക്ക് ചെയ്യാട്ടാ. ഇവിടെ 90. ഓക്കെ, വേറൊരു നമുക്കിങ്ങനെ ആലോചിച്ച് നോക്കട്ടോ.
ഇവിടെ 40, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് എയിൽ നിന്ന് ഡിയിലോട്ട് പോയിട്ട് തിരിച്ച് സിയിലോട്ട് പോകുമ്പോൾ 40. അതേപോലെ തന്നെ എയിൽ നിന്നും ബിയിലോട്ട് പോയിട്ട് തിരിച്ച് സിയിലോട്ട് പോകുമ്പോൾ അത് എത്രയായിരിക്കും? ഇവിടെയും 40 ആയിരിക്കും. അപ്പം 40ഉം 90, 9 4 3 13, 130 ആയി. അപ്പം 180 130 പോയാൽ ഇവിടെ ബാക്കി 50 ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ. കണ്ട 50. അത് ഞാൻ ആ വരച്ചത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യട്ടോ. ഈ ചിത്രങ്ങളൊന്നും ഇല്ലാന്ന് കരുതുക. ഇങ്ങനെ ആയിരുന്നല്ലോ ആ സർക്കിള്. ഇങ്ങനെ സർക്കിള്. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഇതൊക്കെ വരച്ചാൽ മതി കേട്ടോ. ഇവിടെ പെർപെൻഡിക്കുലർ, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട്. അതിൽ ഈ കോണ് 40 ആണ്. 2 രീതി ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ത്രികോണത്തിൽ ഈ കോണ് കണ്ടുപിടിച്ചിട്ട് ഇത് രണ്ടും തുല്യമാണെന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ 40 ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 40 വരും. അപ്പോൾ ഈ ത്രികോണം കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് ഈ കോണിനെ കണ്ടുപിടിക്കാം. 2 രീതി കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം തെളിയിക്കാനാണ് ഞാൻ ഇത് വരച്ചു വെച്ചിട്ടുള്ളത്. പ്രൂവ് ദാറ്റ് ദ ആർക്ക് എ പി സി ബി ക്യു ഡി ജോയിൻ ടുഗദർ മേക്ക് എ ഇവിടെ ഒരു സാധനം ഉണ്ട് കേട്ടോ, പോയിക്കണേ. മേക്ക് എ സെമി സർക്കിൾ കേട്ടോ. അതായത് എ പി സിയും ബി ക്യു ഡി എന്നീ ചാപങ്ങൾ ചേർത്ത് വെച്ചാൽ അർദ്ധവൃത്തമാകും എന്ന് തെളിയിക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു എന്നറിയോ? നമുക്ക് വേണ്ട ആർക്കുകൾ ഏതൊക്കെയാ? എ പി സി. അപ്പം എ പി സിക്ക് ഒരു സെൻട്രൽ ആംഗിൾ വേണമല്ലോ എന്ന് എഴുതിയിട്ട് സെൻറ്റർക്ക് ഇങ്ങനെ വരച്ചു കൊടുത്തു. അതേപോലെ തന്നെ ബി ക്യു ഡി, അതിനും വേണമല്ലോ സെൻട്രൽ ആംഗിൾ. അപ്പോൾ അതിൻ്റെയും സെൻട്രൽ ആംഗിൾ വരച്ചു കൊടുത്തു. ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നോക്കിയ മക്കളെ, ഇവിടുത്തെ ഈ സെൻട്രൽ ആംഗിൾ കാണണമെങ്കിൽ നോക്കിക്കോണേ, ഈ എ ഒ സി എന്ന് പറയുന്ന ഈ സെൻട്രൽ ആംഗിൾ എങ്ങനെയാ സാറിന് 80 കിട്ടിയെന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ദാ എയിൽ നിന്നും പുറപ്പെട്ട് വൃത്തത്തിലെ ഡി എന്ന് പറയുന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടിയിട്ട് തിരിച്ചെങ്ങോട്ട് പോകുന്നു? സിയിലോട്ട് പോകുന്നു. എന്നും സി എന്നല്ല സെൻട്രലോട്ട് പോകുന്നത്. അപ്പം എന്നും സി എന്നും സർക്കിളിലോട്ട് പോകുന്നത് 40. അപ്പം സർക്കിളിൽ 40 ആണെന്നുണ്ടെങ്കിൽ സെൻട്രലിൽ അതിൻ്റെ ഇരട്ടി 80 വരും. ഓക്കെ, ഇനി അടുത്തത് ദാ ഡിയിൽ നിന്ന് തുടങ്ങി സെൻട്രലോട്ട് വരച്ചിട്ട് ബിയിലോട്ട് പോകുന്നു. അപ്പൊ ഡിയിൽ നിന്ന് തുടങ്ങി എയിൽ തട്ടി അവിടുന്ന് തിരിച്ച് ബിയിലോട്ട് പോകുന്ന ഈ സർക്കിളിലെ കോണ് 50 എങ്കിൽ അതിൻ്റെ സെൻട്രൽ എത്ര വരും? അതിൻ്റെ ഇരട്ടി 100 വരും. ഇനി ഈ രണ്ട് സെൻട്രൽ ആംഗിൾ കൂടി കൂട്ടി നോക്കിയേ. 100ഉം 80ഉം കൂട്ടിയ 180 സെമി സർക്കിളായില്ലേ? അർദ്ധവൃത്തമായില്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യം. എന്താ ഇപ്പം ചെയ്യുക? ഹേയ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ, സെമി സർക്കിള് അർദ്ധവൃത്തമാണ്. ഓക്കെ ആണല്ലോ? പറഞ്ഞ കാര്യങ്ങൾ മറക്കോ? ഇല്ലല്ലോ. എങ്ങനെയാണ് 80 കിട്ടിയത്? ഇവിടെ 40, അപ്പോൾ ഇവിടെ സെൻട്രൽ 80, ഇവിടെ 50, അപ്പോൾ ഇവിടെ സെൻട്രൽ 100. അത് രണ്ടും കൂട്ടിയാൽ 180. അപ്പോൾ അതൊരു അർദ്ധവൃത്തമാണ്, സെമി സർക്കിളാണ്. മറക്കരുത്. പഠിച്ചോണം. എന്നോക്കെ 2025 ലാസ്റ്റത്തെ ചോദ്യമാണ് കേട്ടോ. Draw a triangle with a circumradius 4 cm and two of the angle 55 degree and 62.5 degree. പരിവൃത്ത ആരം 4 സെന്റിമീറ്ററും 2 കോണുകൾ 55 ഡിഗ്രിയും 62.5 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക. റേഡിയസ് 4 ആണ്. 55 ഡിഗ്രിയും 62 ഡിഗ്രിയും. അപ്പോൾ 55ൻ്റെയും 62ൻ്റെയും ഇരട്ടി എടുക്കണം. 55ൻ്റെ ഇരട്ടി 110 എന്ന് വരും. 62ൻ്റെ ഇരട്ടി 124, പിന്നെ അര വരുമ്പോൾ 125 വരും. ഇനി നമ്മൾ ഈ അളവുകൾ വെച്ചിട്ട് നമ്മൾ ആദ്യം നമ്മളുടെ റേഡിയസ് 4 സെൻറ്റിമീറ്റർ. ഈ 4 സെൻറ്റിമീറ്റർ റേഡിയസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒരു സർക്കിൾ വരക്കണം. അപ്പം നമ്മൾ സർക്കിൾ വരച്ചു. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾക്കൊരു റേഡിയസ്, ഒരു ആരം വരക്കാം. നിങ്ങൾക്കൊരു ആരം വരക്കാം.
ആരം വരച്ചില്ലേ? ഇനി നേരത്തെ ചെയ്തു പോയി, ഇതൊക്കെ നമ്മൾ കുറേ ആയിട്ടും ചെയ്താണ് കേട്ടോ. പൊട്രാക്ടർ വെക്കുന്നു, ആദ്യം 110 ഡിഗ്രി മാർക്ക് ചെയ്യുന്നു. ഏത് ഭാഗത്തേക്കാണോ പൊട്രാക്ടറിൻ്റെ ലൈന് പോകുന്ന അവിടുന്ന് അങ്ങോട്ട് 110 കേട്ടോ. ഇങ്ങോട്ടാണ് ലൈന് പോകുന്നത്, അപ്പോൾ ഇവിടെ 0 നിന്ന് തുടങ്ങിയിട്ട് 110. രണ്ട് ഭാഗത്തും അതിനാണ് തന്നിക്കുന്നത് കേട്ടോ. ഒന്നും കൂടി നീക്കി, എവിടേക്കാ ലൈന് പോകണം? ഇങ്ങോട്ടാണ് ലൈന് പോകണം, അപ്പോൾ ഇവിടെ 0 നിന്ന് ഇങ്ങനെ വന്നിട്ട് 120 125 ഇവിടെ കമോൺ. അപ്പോൾ 110 നമ്മൾ വരച്ചു, 125 വരച്ചു. നമുക്കതൊന്ന് മാർക്ക് ചെയ്യാം. അവിടെ 110 ഡിഗ്രി എന്ന് വരും, ഇപ്പുറത്ത് 125 ഡിഗ്രി എന്ന് വരും. ഇനി ഈ വൃത്തത്തിൽ തട്ടി നിൽക്കുന്ന ഈ 3 ബിന്ദുക്കൾ നമ്മളൊന്ന് യോജിപ്പിച്ചാൽ മതി. ഈ വൃത്തത്തിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഈ 3 ബിന്ദുക്കൾ നമ്മളൊന്ന് യോജിപ്പിച്ചാൽ മതി. അതാണ് യോജിപ്പിച്ചു. ഓക്കെ, അപ്പോൾ 110 ഓപ്പോസിറ്റ് 55 വരും, 125 ഓപ്പോസിറ്റ് 62 വരും. നേരെ ഓപ്പോസിറ്റ് വരക്കാം കേട്ടോ, നേരെ എതിർക്കോണക്ക് വരക്കാം. അപ്പോൾ 62. ഓക്കെ, സെറ്റല്ലേ മക്കളെ? സെറ്റല്ലേ? അപ്പോൾ മക്കളെ, ഇത്രയും ചോദ്യങ്ങളാണ് 2025 സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തു, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്തു. 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, 2022, 23, 24, 25 എന്നിങ്ങനെ 4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയൊരു 3 ചാപ്റ്ററും കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് വരുന്ന ദിവസങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കീപ് വാച്ചിങ് ആൻഡ് എനി ഡൗട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്ലേലിസ്റ്റുകളും നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ് യു all the very best for your examination, and thank you for watching this video. Please subscribe, like, share, comment. Bye bye.